തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത് അങ്ങേക്കാരാധന. Hosanna, hallelujah. 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 സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. Hosanna, hallelujah. 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 മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാം അവൻ, അവൻ ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാം അവൻ, അവൻ ആരാധന. Hosanna, hallelujah. 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 Hallelujah.
സർവശക്തനായ ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാം. ഈ രാത്രി നമ്മെ സൗഖ്യമാക്കുന്ന സർവശക്തനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സർവാധിപത്യമുള്ളവരെ നമുക്ക് ആരാധിക്കാം. കണ്ണുനീർ ഒപ്പിന്റെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ രണ്ടും ഉയർത്തി സ്വരമുയർത്തി ആരാധന കർത്താവേ, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. Hosanna, hallelujah. Hosanna, hallelujah. ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദരവോടെ കണ്ണുകൾ തുറന്ന് നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ നാഥനെ കാണാം. നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ. എല്ലാ ആരാധനയും ഈശോയ്ക്ക് സമർപ്പിക്കാനായി നമുക്കൊരുങ്ങാം. ആരാധനകളിൽ വസിക്കുന്ന കർത്താവ്, ആരാധനകളിൽ വാഴുന്ന ദൈവം, അനുഗ്രഹിക്കാൻ ഭവനത്തിലേക്ക് കടന്നു വന്ന സർവശക്തൻ. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യേശു ശിഷ്യന്മാരോടൊപ്പം വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. സായാഹ്നമായി. കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. കാറ്റടിച്ചാൽ തിരയിളകും, കടൽ ക്ഷോഭിക്കും. അതേപോലെ സംഭവിച്ചു. കാറ്റടിച്ചു, കടൽ ക്ഷോഭിച്ചു, വലിയ തിരമാലകൾ ഇരമ്പി ആ വള്ളത്തിലേക്ക് കയറി. ശിഷ്യന്മാർ നോക്കുമ്പോൾ വലിയ പ്രതികൂലമായ സാഹചര്യം. രക്ഷിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. സഹായിക്കേണ്ടവൻ, രക്ഷിക്കേണ്ടവൻ ഒന്നും അറിയാത്തവനെ പോലെ വഞ്ചിയിൽ അമരത്ത് തലയിണ വെച്ച് ശാന്തമായി ഉറങ്ങുന്നു. ഒന്നോർത്ത് നോക്കാം. കൊടുങ്കാറ്റുണ്ടാകുന്നു, കടൽ ക്ഷോഭിക്കുന്നു, വലിയ ബഹളം, വലിയ അട്ടഹാസം. പക്ഷേ യേശു ഒന്നും അറിയാത്തവനെ പോലെ, ഒന്നും കാണാത്തവനെ പോലെ അവൻ ശാന്തനായി ഉറങ്ങുന്നു. നമ്മുടെ ദൈവം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കർത്താവ് അങ്ങനെയാ. ഒന്നും കാണാത്തവനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായിരിക്കും. ഇത് കണ്ട് വേദനിച്ച, ഭയപ്പെട്ട, സഹികെട്ട ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു: ഗുരു, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ? ഗുരു, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ? യേശു ശാന്തമായി എഴുന്നേറ്റ് കാറ്റിനോടും കടലിനോടും കൽപ്പിച്ചു: അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, ശാന്തതയുണ്ടായി. യേശു തൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു: എന്താ ബഹളമുണ്ടാക്കിയേ? നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ പരസ്പരം പറഞ്ഞു: കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ ആരാണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ പലപ്പോഴും കർത്താവ് നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ നിശബ്ദമായി ഉറങ്ങി വിശ്രമിക്കുന്ന കർത്താവായിരിക്കും. കാര്യങ്ങൾ പ്രതികൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാം കൈവിട്ടു പോകുന്നു, സഹായിക്കാൻ ആരുമില്ല, രക്ഷിക്കാൻ ആരുമില്ല, നിലവിളി കേൾക്കാൻ ആരുമില്ല, സഹായഹസ്തങ്ങൾ എവിടെയുമില്ല. സഹായിക്കേണ്ടവൻ നിശബ്ദനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ, നീ അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ, ജാഗരണ പ്രാർത്ഥനയുടെ ഈ രാത്രിയിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് നിലവിളിക്കണം. കർത്താവിന് മുമ്പിൽ നീ നിലവിളിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ പലരുടെയും മുമ്പിൽ നിലവിളിച്ചില്ലേ? പല വാതിലിലും മുട്ടിയില്ലേ? പലരിൽ നിന്നും പലതും പ്രതീക്ഷിച്ചില്ലേ?
ആർക്കും സഹായിക്കാൻ സാധ്യമല്ല, ആരും സഹായിക്കാനില്ല. എന്നാൽ ഇതാ നിന്റെ ക്രിസ്തു, നിന്റെ ദൈവം, സർവശക്തൻ യേശു ക്രിസ്തു ഈ രാത്രിയിൽ അവനെ വിളിച്ച് ഉണർത്തണം, അവനെ വിളിക്കണം, നിലവിളിക്കണം അവൻ്റെ മുമ്പിലേക്ക്. നമുക്കൊരു നിമിഷം മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശിഷ്യന്മാർ നടുക്കടലിൽ വെച്ച് സഹായിക്കാൻ ആരുമില്ലാതെ, രക്ഷിക്കാൻ ആരുമില്ലാതെ, മരണത്തെ മുമ്പിൽ കണ്ട് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നുവെന്ന് നിലവിളിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ നിന്റെ ദൈവത്തിന് മുമ്പിൽ, നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് നിലവിളിക്കാം, ഒരുമിച്ച് വിളിക്കാം, ശബ്ദമുയർത്തി വിളിക്കാം, ഒന്ന് ചേർന്ന് വിളിക്കാം. യേശുവേ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ നാഥ, ഞങ്ങളങ്ങനെ വിളിക്കുന്നു. ഞങ്ങൾ നിലവിളിക്കുന്ന കർത്താവേ, ഞങ്ങൾ വിളിക്കുന്ന കർത്താവേ, ഈ നിലവിളിയുടെ രാത്രിയിൽ, ഈ ജാഗയുടെ രാത്രിയിൽ യേശുവേ, അങ്ങയുടെ മക്കൾ അങ്ങയെ വിളിക്കുന്നു, അങ്ങയുടെ ജനം അങ്ങയെ വിളിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയെ വിളിക്കുന്നു. ശിഷ്യന്മാർ വിളിച്ചതുപോലെ, അങ്ങയുടെ പ്രിയപ്പെട്ടവർ വിളിച്ചതുപോലെ അങ്ങയുടെ ജനം അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, ഹോസ്പിറ്റലുകളിലേക്ക് വരണമേ, വേദനകളിലേക്ക് വരണമേ കർത്താവേ. സുഖപ്പെടുത്താൻ, രക്ഷിക്കാൻ, സഹായിക്കാൻ യേശുവേ. എല്ലാ അതിരങ്ങളും യേശുവിനെ വിളിക്കട്ടെ. എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നിലവിളിയുടെ ഈ രാത്രിയിൽ യേശു നിനക്കായി അത്ഭുതം ചെയ്യും. നിനക്കായി അവൻ എഴുന്നള്ളി വരും. നിനക്കായി അവൻ എഴുന്നേൽക്കും. നിനക്കായി അവൻ പ്രകൃതിയെ ശാസിക്കും. നിനക്കായി അവൻ രോഗപീഠകളെ ശാസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കാം, ഈശോയോട് പ്രാർത്ഥിക്കാം. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയുടെ മക്കൾ വിളിക്കുന്നു, അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം, 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 എഴുന്നേറ്റു നിലവിളിക്കാം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. ഉണർന്നിടുക സോദരരെ, കണ്ണുനീരിൻ മറുപടിക്കാം. ഉണർന്നിടുക സോദരരെ, കണ്ണുനീരിൻ മറുപടിക്കാം. ഹന്നായിൻ ദൈവം, ഹാഗാറിൻ ദൈവം കണ്ണുനീരിൽ വെളിപ്പെടുമേ. ഹന്നായിൻ ദൈവം, ഹാഗാറിൻ ദൈവം കണ്ണുനീരിൽ വെളിപ്പെടുമേ. നിലവിളിക്കാം, നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം, 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 എഴുന്നേറ്റു നിലവിളിക്കാം. വിശുദ്ധ പാദ്രി പിയോ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ലോകത്തിലെ സകല സുഖങ്ങളും 1000 വർഷം അനുഭവിക്കുന്നതിനേക്കാളും അധികം എനിക്ക് പ്രിയങ്കരം 1 മണിക്കൂർ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കുന്നത്.
ലോകത്തിലെ മുഴുവൻ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് 1000 ആണ്ട് ജീവിക്കുന്നതിലും അധികം സുഖമേകുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധാനം. ബെനഡിക്റ്റ് പാപ്പ നമ്മോടിങ്ങനെ പറഞ്ഞു, ഇത് വിശ്വസിക്കേണ്ട രഹസ്യമാണ്, ഇത് ആഘോഷിക്കേണ്ട രഹസ്യമാണ്, ഇത് ജീവിക്കേണ്ട രഹസ്യം. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് പറഞ്ഞു, നഗ്നപാതയായി തീക്കുണ്ടത്തിലൂടെ നടക്കാൻ പറഞ്ഞാലും അപ്പുറത്ത് കുർബാനയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. നഗ്നപാതയായി തീക്കുണ്ടത്തിലൂടെ നടക്കാൻ പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും തമ്പുരാൻ്റെ സന്നദ്ധിയിൽ പോയി പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പതിവാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞു, രാത്രിയിൽ ഞാൻ എൻ്റെ ആത്മരക്ഷയ്ക്കായി തമ്പുരാൻ്റെ സന്നദ്ധിയിലും പകൽ ആത്മാക്കളെ തേടി മനുഷ്യർക്കിടയിലുമായിരിക്കും. തമ്പുരാനെ, വിശുദ്ധരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ച ഈ ആത്മനാഥൻ്റെ കൂടെ ഞങ്ങളുമൊന്ന് യാത്ര ചെയ്യുക. യേശുവിൻ്റെ കൂടെയുള്ള യാത്രയായി ഇന്നോളം ഈ മഹാദുരന്തത്തെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ കൈകാര്യം ചെയ്യാൻ വാക്സിനേഷനും അകലങ്ങളും ലോക്ക്ഡൗണുകളും കണ്ടെയ്ൻമെൻറ്റുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശ്രമിച്ചു. അല്പസ്വല്പമൊക്കെ വിജയിച്ചു, വീണ്ടും പരാജയപ്പെട്ടു. വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷം, ഭയപ്പെടുത്തുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ ഞങ്ങളെ തളർത്തുന്നു. ഈ നടുക്കടലിൽ നട്ടം തിരിയുന്ന ഞങ്ങളോട് നീ നൽകുന്നൊരു വാഗ്ദാനം, ഞാൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട മോനെ, മോളെ, തളരണ്ട. നമുക്കും ഈ ആത്മീയ യാത്ര ഈശോയുടെ കൂടെ ഒന്ന് നടത്താം. ഒറ്റയ്ക്ക് നമ്മൾ തളർന്നില്ലേ പ്രിയപ്പെട്ടവരെ? കണക്ക് കൂട്ടി നമ്മൾ മടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? ഉത്തരമില്ലാത്ത ഒരു കൊട്ട ചോദ്യങ്ങളില്ലേ മനസ്സിൽ? നൈരാശ്യത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, തളർന്നതിൻ്റെ, ഭാരപ്പെട്ടതിൻ്റെ, ആർക്കും പരിഹരിക്കാനാവില്ലെന്നും മനസ്സ് വല്ലാതെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു വലിയ ഭാണ്ഡക്കെട്ടി അൾത്താരയിൽ കാരുണ്യത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട് പറയണം, കർത്താവേ, എൻ്റെ കൂടെ. തോമസ് അക്വിനാസ് പുണ്യം പറഞ്ഞു, വിശ്വാസത്തോടെ നോക്കിയാൽ നിനക്ക് ഈ അപ്പത്തിൽ ഈശോയെ കാണാൻ പറ്റും. വിളിച്ചാൽ ഈ തമ്പുരാൻ നിൻ്റെ അരികിലേക്ക് കടന്നു വരും. നമുക്ക് ഈശോയുടെ കൂടെ യാത്ര ചെയ്യാം. ഇരടികളോട് ചേർന്ന് യേശുവിൻ്റെ കൂടെയുള്ള യാത്ര ആനന്ദമാണെന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്ന ഭയമില്ലേ. സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാരോടു ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേരെന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. സ്നേഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ
കൂടെ മതി. വലിയ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആയിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണേ. ഇതൊരത്ഭുതത്തിൻ്റെ രാത്രിയാണ്, ഇതൊരനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. വിശുദ്ധരൊക്കെ ഈ കാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ അനുഗ്രഹങ്ങൾ മറക്കാൻ പാടില്ല. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാൻ വിശ്വാസിയോട് പറയുന്നുണ്ട്, നിനക്ക് ഈ കുർബാനയിൽ നിന്നും ലഭിക്കാത്തതായി എന്താ ഉള്ളേ? നിനക്ക് ഈ കുർബാനയിൽ നിന്നും ലഭിക്കാത്തതായി എന്താ ഉള്ളേ? നീ പാപിയാണെങ്കിൽ പാപത്തിന് മോചനം, നീ രോഗാവസ്ഥയിലാണെങ്കിൽ നിനക്ക് സൗഖ്യം, നീ സമ്പന്നനാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സമ്പാദ്യം, നിന്റെ ആത്മാവും ശരീരവും തളർന്നാണെങ്കിൽ ബലപ്പെടുത്താൻ കഴിയുന്ന അഭിഷേകം. ഇതാണ് ദിവ്യകാരുണ്യം. ഈശോയെ, ഞങ്ങൾ ഈ കാരുണ്യത്തിൽ അവിടുത്തെ മുൻപിൽ ഈ കോവിഡിൻ്റെ മഹാദുരന്തത്തെ വീണ്ടും അതിൻ്റെ സർവ്വതാണ്ഡവത്തോടും കൂടെ കണ്ടു ഭയപ്പെട്ട് നിൽക്കുമ്പം നീ ഞങ്ങളോട് പറയുക, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ. തളരേണ്ട മകനെ, തളരേണ്ട മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞവൻ, കൂടെയായിരിക്കുമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നവൻ, ആശുപത്രിയിൽ കിടക്കുന്നവരോട്, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരോട്, പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്നവരോട്, ഇനി എന്താകുമെന്നുള്ള സങ്കടം കൊണ്ട്, നൊമ്പരം കൊണ്ട് തളർന്ന് ഉറങ്ങാൻ കഴിയാതെ, ഭക്ഷിക്കാൻ കഴിയാതെ, തീരുമാനമെടുക്കാൻ കഴിയാതെ, മുൻപോട്ടൊരു ചുവടും വയ്ക്കാൻ കഴിയാതെ, ജീവിതത്തിൽ ഇങ്ങനെ നടുക്കടലിൽ നട്ടം തിരിയുന്നവരോട്, നാൽക്കവലയിൽ ദിശയറിയാതെ ഉടരുന്നവരോട് തമ്പുരാൻ പറയുക, സ്വർഗം ഓർമ്മപ്പെടുത്തുക. ദിവ്യകാരുണ്യനാഥൻ പറയുക, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ. ഇസ്രായേലിനെ നടത്തിയവൻ ഇന്നും കൂടെ നടക്കുന്നവൻ. ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട്, ഈ അപ്പത്തിൽ ഈശോയുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഴുവൻ സാന്നിധ്യവുമുണ്ട്. പരിശുദ്ധ കുർബാനയിൽ വത്തിക്കാൻ കൗൺസിൽ പറയും, ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാ, ഇത് ഐക്യത്തിൻ്റെ അടയാളമാ, ഇത് ഉപവിയുടെ ഉടമ്പടിയാ, ഇത് പാപിയുടെ മാനസാന്തരത്തിനും വിശ്വാസികളുടെ അതിവിശുദ്ധീകരണത്തിനും രക്ഷയില്ലാത്തവൻ്റെ രക്ഷയ്ക്കും നീതിമാന്റെ ഉപരിനീതിക്കും വേണ്ടി സ്വർഗം അനുവദിച്ച അനുഗ്രഹത്തിൻ്റെ കൂദാശയാ. ബെനവഞ്ചർ പുണ്യവാന്റെ വാക്കുകളാണ്. നമുക്കും ഈ പരിശുദ്ധ കുർബാനയിലേക്ക് കരങ്ങളെ ഒന്ന് കൃപയോടുകൂടെ തുറന്നു പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് ഈശോ പറയുക, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കരയരുതേ ഇനിയൻ മകളെ, ഞാൻ നിൻ്റെ ദൈവമാണ്. സ്നേഹത്തോടെ ഈശോയെ നോക്കി, ഈശോയെ അപ്പത്തിൽ വിശ്വാസത്തോടെ നോക്കുന്നവരോട് പറയുക, നിന്റെ പ്രിയപ്പെട്ടവർ ആശുപത്രിയിലാണോ? നീ ആശുപത്രിയിൽ ജോലിയെടുക്കുന്ന വ്യക്തിയാണോ? നിനക്ക് മരുന്ന് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടോ? ഓക്സിജൻ ക്ഷാമം നിന്റെ മുൻപിലുണ്ടോ? ആശുപത്രിയിൽ എത്താൻ പറ്റുമെന്ന് നിനക്ക് അറിയത്തില്ല. ശ്വാസം മുട്ടലുണ്ടോ? ശരീരത്തിൽ തളർച്ചകളുണ്ടോ? ആകപ്പാടെ നിന്റെ ജീവനം സാമ്പത്തികമായും മറ്റു രീതിയിലും ഇനി എങ്ങനെ എന്ത് എന്നുള്ള ആകുലതയുടെ, വ്യാധിയുടെ, നൊമ്പരത്തിൻ്റെ ഭാരം പേറി ഈ തമ്പുരാന്റെ മുമ്പിലായിരിക്കുമ്പം ഈശോ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരങ്ങൾ കുപ്പി ശിരസ് കുമ്പിട്ട്
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, കുർബാന പിശാചുക്കളെ ഓടിക്കാൻ, നിനക്കെല്ലാവിധത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകാൻ, ദൈവകോപം ശമിപ്പിക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ, ദൈവത്തിൻ്റെ ദുരിഹിതം മനസ്സിലാക്കാൻ, വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ, സ്നേഹത്തെ ജ്വലിപ്പിക്കാൻ, പൂർണ്ണ നന്മയിൽ നിറയാൻ, നന്മ ഇരട്ടിപ്പിക്കാൻ, നിത്യജീവൻ നേടാൻ നിനക്ക് സഹായകമാണ്. എല്ലാത്തിനും ഉപകാരപ്പെടും പരിശുദ്ധ കുർബാന. പ്രാർത്ഥനകൾ ഓരോന്നായി ചൊല്ലുമ്പം നമുക്കെല്ലാവർക്കും ആ പ്രാർത്ഥനകൾക്ക് മറുപടിയായി നേരവും സ്തുതിയാരാധന എന്ന ഇരടികൾ പാടി പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ തിരുമുമ്പിൽ അനുഗ്രഹത്തിനായി ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ. എന്നേരവും സ്തുതി ആരാധന. എൻ്റെ മാതാപിതാക്കളായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് അനുഗ്രഹവും നന്മയും ലഭിക്കാൻ വേണ്ടി ഞാനിത് അവരോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. എൻ്റെ മക്കളുടെ ജീവിതം ഏത് അവസ്ഥയിലായിരുന്നാലും വലിയ ദൈവകൃപയുടെ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ അവരോട് ചേർന്ന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. എൻ്റെ തൊഴിൽ മേഖലയിൽ ദൈവത്തിൻ്റെ വലിയ കയ്യൊപ്പും അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമാകാനും ആ ഇടങ്ങൾ സുരക്ഷിതമാകാനുമായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. എൻ്റെ കുടുംബം, ഞാൻ താമസിക്കുന്ന ഭവനം, എൻ്റെ ഭവനത്തിലേക്ക് ഇന്ന് ഈ ഓൺലൈനിലൂടെ കടന്നു വന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ നിയോഗത്തെയും ഏറ്റെടുത്തു നടത്തി അനുഗ്രഹമാക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. കുടുംബത്തിൽ നിന്നും പലവിധ ആവശ്യങ്ങൾക്കായി അകലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും അവരായിരിക്കുന്ന ഇടങ്ങളും അവരോട് ബന്ധപ്പെട്ടവയും അനുഗ്രഹമാക്കണമേ എന്ന പ്രാർത്ഥനയോട് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഞങ്ങളുടെ രോഗാവസ്ഥകളെ തിരുമുമ്പിൽ ചേർത്ത് വെച്ച് അത്ഭുതകരമായ സൗഖ്യകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഞങ്ങളുടെ കടബാധ്യതയിലേക്ക് അവിടുത്തെ ഇടപെടലുണ്ടായി ബന്ധനങ്ങൾ അഴിഞ്ഞ് കുരുക്കഴിഞ്ഞ് ഞങ്ങൾ തമ്പുരാന് പ്രീതികരമായി വ്യാപരിക്കാൻ വേണ്ടി അതിനുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഞങ്ങളുടെ ഭവനത്തിലും ചുറ്റുപാടും COVID-19 രോഗബാധിതമായി പലവിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരോടൊപ്പം അവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ആശുപത്രികളിൽ രോഗികളെ ശുശ്രൂഷിച്ചും അവരോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചും തളർന്നവരും വേദനിക്കുന്നവരും ആകുലത കൊണ്ടും അസ്വസ്ഥത കൊണ്ടും ഭാരപ്പെടുന്നവരും ക്ഷീണിച്ചവരുമായ എല്ലാ ആരോഗ്യ പ്രവർത്തകരോടും ചേർന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. വൈദ്യശാസ്ത്രത്തിന്റെ വലിയ സാധ്യതകൾ കൊണ്ട് ഈ മഹാവ്യാധിയിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ, ഒപ്പം ദൈവത്തിന്റെ ഇടപെടൽ വഴി വാക്സിനേഷനും അതിനോട് ബന്ധപ്പെട്ടവയും അനുഗ്രഹമാകാൻ ഇടയാക്കണേ എന്ന പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഞങ്ങളുടെ രാജ്യത്തെ മുഴുവനും അവിടുത്തെ തിരുമുമ്പിൽ രാജ്യത്തിന്റെ കുറവോടും നിറവോടും അധികാരികളുടെ നന്മയോടും വീഴ്ചകളോടും കൂടെ അവരെ ചേർത്ത് വെച്ച് അവരുടെ പോരായ്മകൾക്ക് മാപ്പ് ചോദിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടി അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തെയും അതിൻ്റെ ഭരണാധികാരികളെയും ഭരണാധികാരികളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും കൃപയും അനുഗ്രഹവും നിറയ്ക്കാൻ, കുറവ് കൂടാതെ അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹപൂരിതമാക്കാനായി അവർക്ക് വേണ്ടി അവരോടൊപ്പം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടത്തേക്ക് ആരാധനയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട്
ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കാൻ കഴിയുന്ന അവിടുത്തെ തിരുമുമ്പിൽ വിശ്വാസത്തോടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നേരവും സ്തുതി ആരാധന. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരിക്കൽ കൂടെ നമ്മൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ ഈരടികളോട് ചേർന്ന് ആ വരികളെ പാടി പ്രാർത്ഥിക്കുമ്പം കരങ്ങൾ, നിനക്കെന്തുമാത്രം അനുഗ്രഹം ആവശ്യമുണ്ട്. നിന്റെ കുടുംബം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ അയൽവക്കത്തുകാർ, നിന്റെ ചുറ്റുപാടുകൾ, നിന്റെ പ്രിയപ്പെട്ടവർ അകലങ്ങളിലും സ്വദേശത്തും വിദേശത്തും ആശുപത്രിയിലും എല്ലായിടങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന മേഖലകളിൽ സങ്കല്പത്തിനതീതമായിട്ടുള്ള സഹന വഴികൾ ഉണ്ടാകുമ്പം നിന്റെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാൽ സ്വർഗം ചാഞ്ഞിറങ്ങി നിന്റെ കരത്തെ ചേർത്ത് പിടിച്ച് നിന്റെ കരം ദൈവകരത്തോട് ചേർത്ത് പിടിക്കും. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെക്കുന്നിടത്ത് സ്വർഗമുണ്ടെന്ന് തോമസ് അക്വിനാസ് പുണ്യം പറയുന്നുണ്ട്. വിശുദ്ധ അഗസ്ത്യൻ പറയും, മാലാഖമാരെ നിനക്ക് കാണണമോ, വിശുദ്ധരോടൊപ്പം നിനക്ക് പ്രാർത്ഥിക്കണമോ, നീ പരിശുദ്ധ കുർബാനയുടെ സന്നിധാനത്തിരുന്നാ മതി. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് എല്ലാവരും സ്വരമുയർത്തി അഭിഷേകത്തോടുകൂടെ സ്തുതിച്ച് ഏതൊക്കെ മേഖലയിൽ നിന്റെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹം എത്തണമോ അവിടെയെല്ലാം അനുഗ്രഹം എത്താൻ വേണ്ടി ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ നന്ദി, 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 നന്ദി. യേശുവേ മഹത്വം, 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 മഹത്വം. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്ദി പറയും ദൈവമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ ദൈവമേ, 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 ദൈവമേ. നന്ദി, 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 നന്ദി. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്ദി പറയും ദൈവമേ, യേശുവേ നന്ദി, 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 നന്ദി. ദൈവമേ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന, എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, ചേർന്ന് പാടി പ്രാർത്ഥിക്കും. ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിപുണ്യം പറയുന്നുണ്ട്, രക്തസാക്ഷിത്വം പോലും കുർബാനയുടെ മുമ്പിൽ ഒന്നുമല്ല. മാക്സിമിലിയൻ കോൾബെ പുണ്യവാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മലാഖമാർക്ക് അസൂയ എന്ന വികാരമുണ്ടെങ്കിൽ മനുഷ്യനോട് അവർക്ക് അസൂയ തോന്നുന്ന ഒരേ ഒരു കാര്യം അവന് കുർബാന സ്വീകരിക്കാൻ, അതിൽ അനുഗ്രഹത്തോടെ ഈശോയെ സ്വന്തമാക്കാൻ കഴിയുന്നു എന്നതാണ്. നമുക്ക് ഈശോയോട് പറയാം, മലാഖമാർക്ക് പോലും അസൂയ തോന്നുന്ന കുർബാനയെ നീ ശരിക്കും അനുഭവിച്ചറിഞ്ഞാൽ ആനന്ദം കൊണ്ട് മരിക്കുമെന്ന് ജോൺ മരിയ വിയാനി പുണ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എനിക്ക് ബലമായത് പരിശുദ്ധ കുർബാനയാണെന്ന് മിസ്റ്റർ ജോൺ പോൾ പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുർബാനയിൽ ഈശോയോട് പറയാം, ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാവണം, തളരരുതേ മനമേ, ആകുലമേ അരുത്. ജീവിതത്തിൽ ഈ ദിവ്യകാരുണ്യത്തിലിരുന്നോട് ഈശോ പറയാം, നീ തളരണ്ട. കോവിഡ് ഇങ്ങനെ അതിൻ്റെ താണ്ഡവമാടി നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പം വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നവനെ പൊതിഞ്ഞു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത പുതുപന്ഥാവുകൾ തുറക്കാൻ നമ്മുടെ തമ്പരാന് കഴിയുശോയെ. പ്രിയപ്പെട്ടവരെ, 2000 കൊല്ലം അപ്പുറം മരിച്ച് മൺമറഞ്ഞവനല്ല, ഉയർത്തെഴുന്നേറ്റവൻ, കുർബാനയായി കൂടെ വസിക്കുന്നവൻ. ഫുൾട്ടൻ ജേഷ്യൻ ബിഷപ്പ് പറയും, കുർബാനയിൽ നിനക്ക് ലഭിക്കാത്തതായി ഈ ലോകത്തിൽ ഒരനുഗ്രഹവും ഇല്ല. കുർബാനയിൽ ലഭിക്കാത്തതായ ഒരനുഗ്രഹവും ഇല്ല, ഒരനുഗ്രഹവും ഇല്ല. ഉറച്ച് വിശ്വസിക്കാം. ലഭിക്കുന്നില്ലെങ്കിൽ മകനെ,
സ്വീകരിക്കാൻ നിനക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ട്. ഈ രാത്രിയിൽ കോവിഡ് ദുരന്തം മൂലം ഏതെങ്കിലുമൊക്കെ ദുരിതം അനുഭവിക്കുന്ന വീട്ടിലാകാം, ആശുപത്രിയിലാകാം, നിങ്ങളുടെ അറിവിൽപ്പെട്ടവരാകാം. ആ പേരുകളൊക്കെ നിങ്ങൾ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ദിവ്യകാരുണ്യനാഥനോട് പറയുമ്പം ഈ ദിവ്യകാരുണ്യനാഥൻ പറയുക, തളരരുതേ മാനമേ, ആകുലമോ അരുത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോകുക. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം ഇവിടെ പെയ്തിറങ്ങാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, കഴിവിലല്ല കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും, അഭിഷേകമൊഴുകും. അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളുമായി നിനക്ക് അനുഭവിക്കാൻ, സാക്ഷ്യപ്പെടുത്താൻ ദൈവം അവസരങ്ങൾ തരും. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈരടികൾ പാടുമ്പം നീ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളെ മുഴുവനും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ കണ്ണീരോട് ചേർന്ന് ഈശോയെ അകക്കണ്ണുകൊണ്ട് നോക്കി നഗ്നനേത്രങ്ങൾ അടയ്ക്കുമ്പം നിന്റെ ആന്തരിക കണ്ണ് തുറക്കപ്പെടും. വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞു, കുർബാനയിൽ ഈശോയെ കാണാൻ നീ നിന്റെ നഗ്നനേത്രങ്ങൾ അടച്ച് അകക്കണ്ണുകൊണ്ട് ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വലിയ വിശ്വാസത്തോടെ വഴികൾ തുറന്നു തരും. ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. വലിയ സ്നേഹത്തോടു കൂടെ പാടി പ്രാർത്ഥിക്കാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പ്രവേശനം ഉണ്ടായിരിക്കട്ടെ. ഇത് ദിവ്യകാരുണ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അവകാശവാദങ്ങളൊന്നും നിരത്താൻ നമുക്ക് അർഹതയില്ല. ഔദാര്യത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി താഴ്മയോടെ തമ്പുരാനോട് ചോദിക്കും. നമ്മളിനി ദൈവത്തിൻ്റെ കരുണ യാചിക്കുക. വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞില്ലേ, ലോകമെന്ന് നിലനിൽക്കുന്നതിൻ്റെ ആധാരം ദൈവകരുണയാണ്. ഇത് കാരുണ്യത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ്. ദൈവത്തിൻ്റെ മുഴുവൻ കാരുണ്യവും ഈ അപ്പത്തിലുണ്ട്. ജോൺ മരിയ വിയാനി പുണ്യം പറഞ്ഞു, ദൈവം ദൈവമായിരുന്നിട്ട് കൂടെ പരിശുദ്ധ കുർബാനയെക്കാളും വലിയൊരു സമ്മാനം നിനക്ക് നൽകാൻ ദൈവത്തിനാവില്ല. സ്വർഗം ഒളിപ്പിച്ച് വച്ചിരിക്കണ ഇടമാണ് പരിശുദ്ധ കുർബാന എന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞേ. നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ കൈകൂപ്പി കണ്ണുവടച്ച് ഈശോയെ എന്നെ പഠിപ്പിക്കണേ. ജോൺ ക്രിസസ്റ്റം പുണ്യവാൻ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അസ്വസ്ഥനായി ആകുലനായി കഴിഞ്ഞപ്പം ഈശോ വെളിപ്പെടുത്തി കൊടുത്തു, നീ ദിവ്യകാരുണ്യമായി മാറുകയാണ് ചെയ്യണ്ടേ, അല്ലാണ്ട്
നീ നിൻ്റെ ബുദ്ധിയും കഴിവൊന്നും ഉപയോഗിച്ച് തലകുത്തി മറയേണ്ടതില്ല. നമുക്ക് ഈശോയോട് പറയാം, ഈ കാരുണ്യത്തെ മനസ്സുകൊണ്ട് വിശ്വാസം കണ്ടുകൊണ്ട് അനുഭവിച്ച് ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിൽക്കണേ. നിങ്ങളുടെ ഭവനങ്ങളിൽ വലിയ ദൈവകരുണ ഒഴുകി ഇറങ്ങട്ടെ. നിങ്ങൾ ഈ സ്ക്രീനിന് മുമ്പിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ നെഞ്ചകം കാണുന്നൊരു ദൈവമുണ്ട്, ഉള്ളുവായിക്കുന്നൊരു ദൈവമുണ്ട്. വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ പറഞ്ഞു, ഈ ഭൂമിയിൽ നിനക്ക് ചൊല്ലാവുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥന കുർബാനയിലെ പ്രാർത്ഥന. നിനക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി കുർബാനയിൽ പങ്കെടുക്കല. ഇതാ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച്, കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണേ. ജീവിതത്തെ മുഴുവനും, പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാരണം നമുക്കാർക്കും അറിയില്ല, ആരെയും ബന്ധിക്കണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. ദൈവത്തോട് നമുക്കൊന്നേ പറയാനുള്ളൂ, ദൈവമേ എന്നോടും എൻ്റെ കുടുംബത്തോടും കേരള നാടിനോടും ഇന്ത്യ മഹാരാജ്യത്തോടും ഇപ്പോൾ ഈ കോവിഡ് മൂലം മരണം അടഞ്ഞ ഒരുക്കമില്ലാത്ത പ്രിയപ്പെട്ടവരോടും ഒക്കെ നാം ഇനി പ്രാർത്ഥിക്കുന്ന മുഴുവൻ മേഖലയിലേക്കും ദൈവത്തിൻ്റെ കരുണയൊഴുകാൻ വേണ്ടിയിട്ട് കരങ്ങൾ നന്നായി വിരിച്ചു പിടിച്ച് നമ്മളിലൂടെ ഒരാത്മാവെങ്കിലും ദൈവതിരുസന്നിധിയിലേക്ക് എത്താൻ, നമ്മുടെ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ കാരുണ്യം തടസ്സപ്പെട്ട ഏതെങ്കിലും ജീവിതത്തിലേക്ക് കാരുണ്യത്തിൻ്റെ കൃപാസമൃദ്ധിയുടെ നേർച്ചാലൊന്ന് വീണ്ടും പുനർജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വലിയ ദാഹത്തോടുകൂടെ നമുക്ക് പാടാം. കരുണാമയ പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. യേശുവേ നാഥായ എന്നെല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയണമേ, യേശുവേ നാഥാ കനിയണമേ, കരുണയായിരിക്കണമേ, എന്നിൽ കരുണയായിരിക്കണമേ. എല്ലാവരും ചേർന്ന് ഇവരോട് കരുണയായിരിക്കാൻ വേണ്ടി പാടി പ്രാർത്ഥിക്കാം. കരുണാമയ കനിയണമേ, യേശുവേ നാഥ, യേശുവേ നാഥാ കനിയണമേ, കരുണയായിരിക്കണമേ, ഇവരോട് കരുണയായിരിക്കണമേ. ലോകം മുഴുവനും ഈ നിമിഷം കോവിഡിനോട് ബന്ധപ്പെട്ട രോഗത്തിൽ, ഭയത്തിൽ, ആകുലതയിൽ, അതിനോട് ബന്ധപ്പെട്ട മേഖലയിൽ കഴിയുന്ന നമ്മുടെ രാജ്യത്തും നമ്മുടെ ദേശത്തുമുള്ള മുഴുവൻ ജീവനങ്ങളെയും അതിനോട് ബന്ധപ്പെട്ട ഇടങ്ങളെയും ദൈവതൃക്കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, നന്ദി യേശുവേ, സ്തോത്രം കർത്താവേ. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഈ നിമിഷം ഇടപെടട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം, വലിയ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കണം, ആഗ്രഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകുന്ന നിമിഷമാ, ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകുന്ന നിമിഷമാ. നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ബന്ധങ്ങളിലേക്കും ഈ വലിയ ദൈവകാരുണ്യം ഒഴുകിയിറങ്ങട്ടെ, വലിയ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ, എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ. കർത്താവേ നിന്റെ കൃപയൊഴുകട്ടെ. ദൈവമേ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ, ലോകം മുഴുവനെ അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിനാണ് ഞങ്ങളുടെ പ്രത്യാശ. വലിയ സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വലിയ കൊതിയോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, ദൈവമേ. കനിയണമേ, യേശുവേ നാഥാ കനിയണമേ, കരുണാമയ കനിയണമേ, യേശുവേ നാഥാ കനിയണമേ. പ്രിയപ്പെട്ടവരെ, വീടുകളിൽ ഒറ്റയ്ക്ക് ഈ രോഗം പിടിവെച്ച് കഴിഞ്ഞവർ, പ്രിയപ്പെട്ടവരെ രോഗികളായിട്ട് ശുശ്രൂഷിക്കാൻ കഴിയാത്തവർ,
മരണമെന്ന ഭയാനകമായ അനുഭവത്തിൻ്റെ മുമ്പിൽ പതറി നിൽക്കുന്നവർ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർ, നിരാശയിൽ കഴിയുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, തൊഴിൽ നഷ്ടപ്പെട്ടതും നഷ്ടപ്പെടുമോ എന്ന ഭയവുമൊക്കെ വല്ലാതെ അലട്ടുന്നവർ, ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ഭയത്തോടെ ജോലിയെടുക്കുന്നവർ, നഴ്സസ്, ഡോക്ടേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, ഗവൺമെൻറ് സംവിധാനങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, പോലീസുകാർ, എന്തുമാത്രം ജീവിതങ്ങൾ. കഴിഞ്ഞ ദിവസം IMAയുടെ ഒരു പ്രതിനിധി പറഞ്ഞു, മണിക്കൂറുകൾ PPE കിറ്റിട്ട് ഇരിക്കണത് നരകതുല്യമായൊരനുഭവം. നിങ്ങളോട് മാസ്കല്ലേ വയ്ക്കാൻ പറയണുള്ളൂ. ചങ്കുപടയ്ക്കും പ്രിയപ്പെട്ടവരെ. ആശുപത്രിയിൽ നിന്ന് ജീവിത പങ്കാളി ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇന്നും ഞാൻ വരില്ല, വരാൻ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല. കാരണം ഇവിടെ എൻ്റെ വാർഡിലുള്ളവർ മരിച്ചു വീണത് കണ്ടിട്ട് ഞാനെങ്ങനെയാണ് വീട്ടിലേക്ക് വരിക? ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയില്ല തമ്പുരാനെ. കണ്ണ് നിറയുന്നു, ഹൃദയം വേദനിക്കുന്നു, നെഞ്ചകം പൊട്ടിപ്പിളരുന്ന അനുഭവത്തിൽ നിൽക്കുമ്പം ഞങ്ങൾക്കൊന്നേ അഭയമായിട്ടുള്ളൂ. അൾത്താരയാണ് ഞങ്ങളുടെ അഭയം. ഈ ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന തമ്പുരാനുണ്ട്, എൻ്റെ ഉള്ളു കാണുന്ന തമ്പുരാനുണ്ട്, എൻ്റെ അടുത്ത് വരാൻ പറ്റുന്ന തമ്പുരാനുണ്ട്, അടച്ചിട്ട വാതിലുകളൊക്കെ തുറക്കാതെ അകത്ത് കിടക്കുന്നവനുണ്ട്, ഒറ്റ വിളി കൊണ്ട് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന ഒരു തമ്പുരാനുണ്ട്. കൂടെ വാ, ഒപ്പം നടക്ക. ഈ യാത്രയിൽ, ഈ രാത്രിയിൽ, ഇനിയുള്ള ദിനങ്ങളിൽ മുഴുവനും ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെയല്ലാതെ ആരെയാ വിളിക്കാൻ പറ്റുക? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ കൂടെ വാ. എമ്മാവൂസിലെ ശിഷ്യര് പറഞ്ഞ പോലെ, നാഥ പോകരുതേ, കൂടെ വസിക്കണേ. യേശുവിടെ അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പം സ്നേഹത്തോടെ പറയും, ആഗ്രഹത്തോടെ പറയും, യേശുവിൻ കൂടുള്ള യാത്ര ഇനിയുള്ള ദിനങ്ങളിൽ നമ്മുടെ ബലമായി മാറട്ടെ. ഇതാണ് വഴി, ഇതിലെ പോ, ഈ തീരുമാനം എടുക്കുക, ഇതുപോലൊക്കെ ജീവിക്കും. പക്ഷെ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്കൊന്നുമല്ല മോനെ. ഓൺലൈനിൽ നിനക്ക് എന്നെ കണ്ടുകൂടെ? ഞാൻ ഓൺലൈനും ഓഫ്ലൈനൊന്നുമല്ല, ഞാൻ നിനക്ക് സ്ട്രെയിറ്റ് ലൈനാണ്. അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. രണ്ട് കരങ്ങളും കർത്താവ് സ്ഥലത്തിലേക്ക് ഉയർത്തി നീട്ടിപ്പിടിക്കാം. കർത്താവ് ആസ്വദിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, രോഗം മൂലം കഴിയുന്നില്ല മക്കളെയും ഞങ്ങളുടെ സംസ്ഥാനത്തെയും ഞങ്ങളുടെ ദേശങ്ങളെയും ഇടവുകളെയും എല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ മഹാമാരിയിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ ശക്തി അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയട്ടെ, ഞങ്ങളുടെ ദേശം നിറയട്ടെ, ഞങ്ങളുടെ രാജ്യം നിറയട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ പ്രകടമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി നിറയട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ, നിരാശ വിട്ടുപോകട്ടെ, വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇന്ത്യ മഹാദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, കേരളം അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ രക്ഷാപ്രവർത്തനവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ. പ്രൈസ് ദ ലോർഡ്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിച്ച് കുർബാനയിലൂടെ നമുക്ക് അനുഗ്രഹം സ്വന്തമാക്കാം.